ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അങ്ങനെ എമ്പുരാൻ കാണാൻ പോയി. ഇന്ന് എമ്പുരാന്റെ റിവ്യൂ. എമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാലോ, ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട്. പക്ഷേ ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റീഫൻ നെടുമ്പള്ളിനെ കുറിച്ചോ ലൂസിഫറിനെ കുറിച്ചോ എബ്രഹാം ഖുറേഷിനെ കുറിച്ചോ അല്ല. ഇത് സഹിദ് മസൂദിന്റെ കഥയാണ്, അതായത് പൃഥ്വിരാജിന്റെ കഥയാണ്. ഈ സിനിമയിൽ മെയിൻ ആയിട്ട് പൃഥ്വിരാജ് എങ്ങനെയാണ് മോഹൻലാലിന്റെ കൂടെ എത്തുന്നത്, അതായത് സഹിദ് മസൂദ് എങ്ങനെയാണ് എബ്രഹാം ഖുറേഷിയുടെ കൂടെ എത്തുന്നത് എന്നാണ് ഈ പടത്തിന്റെ മെയിൻ സ്റ്റോറി ലൈൻ. ഇനി മോഹൻലാലിന്റെ, അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെയാണ് എബ്രഹാം ഖുറേഷി ആവുന്നത് എന്നറിയണമെങ്കിൽ ഇനി L3 കാണണം. നമ്മളെല്ലാവരും അത് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷെ മെയിൻലി ഇത് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഹിന്റ് കിട്ടി, ഇത് സയ്യിദ് മസൂദിന്റെ കഥയാണ്. സ്റ്റാർട്ടിങ് തന്നെ ഈ പടത്തിന്റെ ക്വാളിറ്റി നമുക്ക് കാണിച്ചു തരും. അതായത് നല്ല മേക്കിങ്ങും ബിജിയും എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ വളരെ നന്നായി എൻജോയ് ചെയ്ത് കണ്ടൊരു പടമാണ്. ഇതില് മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസ് കുറവാണെങ്കിൽ കൂടി, കുറവാണെന്ന് വെച്ചാലും കുറവാണെങ്കിലും നമുക്കത് ഫീൽ ചെയ്യില്ല. തുടക്കം തൊട്ട് അവസാനം വരെ മോഹൻലാൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നും. ബട്ട് പൊതുവെ കുറച്ച് കുറവാണ് സ്ക്രീൻ പ്രസൻസ്. ഈ പടത്തിന്റെ മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ഇതൊരു ജംഗിൾ ഫൈറ്റ് ഉണ്ട്. ഇന്റർവെല് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആഗ്രഹിക്കുന്ന ഗെറ്റപ്പിൽ മോഹൻലാൽ വന്നിട്ടൊരു ജംഗിൾ ഫൈറ്റ്, അത് വേറെ ലെവൽ ഫൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതില് മോഹൻലാൽ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഒരു പവർഫുൾ ക്യാരക്ടറായി തോന്നിയത് മഞ്ജു വാര്യരാണ്. മഞ്ജു ആയാലും ആ റോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കിംഗ് വേറെ ലെവല്. പിന്നെ ഇന്റർനാഷണൽ മൂവി കാണുന്ന ഫീലാണ് എനിക്ക് കിട്ടിയത് ഈ പടം കണ്ടിട്ട്. ക്ലൈമാക്സ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ വില്ലൻ റിക് വെയിൻ ആണ്. അത് ജസ്റ്റ് ഒരു ക്യാമിയോ അപ്പിയറൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ക്യാമിയോ വരുന്നുണ്ട്, ടെയിലെൻഡിൽ വേറൊരു ക്യാമിയോ വരുന്നുണ്ട്. ആ ക്യാമിയോ ആണ് എബ്രഹാം ഖുറേഷിയുടെ ചെറുപ്പാലം അഭിനയിക്കുന്നത്. L3 ചെറുപ്പാലം. എബ്രഹാം ഖുറേഷിനെ കുറിച്ച് അറിയണമെങ്കിൽ, എങ്ങനെയായി എന്നറിയണമെങ്കിൽ L3 കാണണം. എനിവേസ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. തിയേറ്ററിൽ പോയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. നല്ല ആക്ഷൻസും നല്ല ഷോർട്സും BGM മാസ് ഡയലോഗ്സ് എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരും പോയിട്ട് മൂവി തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യാം. പക്ഷെ ചില ആൾക്കാർക്ക് L1 ചില ആൾക്കാർ സ്റ്റീഫന്റെ സ്ക്രീൻ പ്രസൻസ്, പിന്നെ മുണ്ട് മടക്കി കുത്തല്ല ഡയലോഗൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ഡിസപ്പോയിന്റഡ് ആവും. ഇതില് മെയിൻ ആയിട്ട് എബ്രഹാം ഖുറേഷിയാണുള്ളത്. സ്റ്റീഫൻ കുറച്ച് റോളിലാണ് സ്റ്റീഫൻ വരുന്നത്. സ്റ്റീഫൻ വരുന്ന റോളൊക്കെ കിടിലനായിരുന്നു. ഇനി L3 കൂടുതൽ സ്റ്റീഫനും എബ്രഹാം ഖുറേഷിയും ഒക്കെ കൂടുതലും വരാൻ പോണത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സയ്യിദ് മസൂദിന്റെ കഥയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി പടം എൻജോയ് ചെയ്യാം. ഗുഡ് നൈറ്റ്.